ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ. 2 ദിവസത്തെ ന്യൂസിലൻഡ് സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ദ്രൌപദി മുർമു ടിമോർ ലെസ്റ്റയിലേക്ക് തിരിച്ചു. നാളെ ഡൽഹിയിലെത്തുന്ന രാഷ്ട്രപതി ടിമോർ ലെസ്റ്റെ പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തും. വിവര സാങ്കേതിക വിദ്യ, ഡിജിറ്റലൈസേഷൻ, ആരോഗ്യ സംരക്ഷണം, കൃഷി, ശേഷി വികസനം തുടങ്ങിയ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം ചർച്ചയാകും. 2004 ഔപചാരിക നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിനു ശേഷം ഇന്ത്യയിൽ നിന്നുള്ള ഒരു രാഷ്ട്ര നേതാവിന്റെ ആദ്യ തിമോർ ലെസ്റ്റെ സന്ദർശനമാണിത്. വയനാട് ഉരുൾപൊട്ടൽ ബാധിത മേഖലകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സന്ദർശിക്കും. ഡൽഹിയിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്ന അദ്ദേഹം ഹെലികോപ്റ്ററിൽ വയനാട്ടിലെത്തും. ഉരുൾപൊട്ടൽ നാശം വിതച്ച പ്രദേശങ്ങളിൽ പ്രധാനമന്ത്രി വ്യോമ നിരീക്ഷണം നടത്തും. ദുരന്തബാധിത പ്രദേശത്തെത്തുന്ന അദ്ദേഹം പുനരധിവാസ പ്രവർത്തനങ്ങൾ നേരിട്ട് വീക്ഷിക്കും. ദുരിതാശ്വാസ ക്യാമ്പും ആശുപത്രിയും സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഉരുൾപൊട്ടലിനെ അതിജീവിച്ചവരെ കാണുകയും അവരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യും. തുടർന്ന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേരും. പുനരധിവാസത്തിന് 2000 കോടി കേന്ദ്ര സഹായം തേടുമെന്ന് മന്ത്രിസഭാ ഉപസമിതി. ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവരെ വീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടി ഉടൻ ആരംഭിക്കുമെന്നും ഇതിനായി സർക്കാർ ക്വാർട്ടേഴ്സുകൾ ഉൾപ്പെടെ 125ഓളം വീടുകൾ കണ്ടെത്തിയതായും ഉപസമിതി അറിയിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് കുറഞ്ഞത് 90 ദിവസം വേണ്ടിവരും. ദുരന്തബാധിതർക്ക് സമാശ്വാസ തുക അടിയന്തരമായി നൽകേണ്ടതുണ്ടെന്നും ഉപസമിതി അറിയിച്ചു. ലഭ്യമായ വിവരങ്ങളനുസരിച്ച് വയനാട് ഉരുൾപൊട്ടൽ വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്നും വിദഗ്ധ പഠനം ആവശ്യമാണെന്നും ജില്ല സന്ദർശിച്ച കേന്ദ്രസംഘം വിലയിരുത്തി. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ജോയിന്റ് സെക്രട്ടറി രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്രസംഘമാണ് സന്ദർശനം നടത്തിയത്. മന്ത്രിസഭാ ഉപസമിതി അംഗമായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്, ജനപ്രതിനിധികൾ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെന്നിവരുമായി യോഗം ചേർന്ന സ്ഥിതിഗതികൾ സംഘം വിലയിരുത്തി. മുണ്ടക്കൈ മുതൽ ചൂരൽമല വരെയുള്ള ദുരന്തബാധിത പ്രദേശങ്ങളുടെ ഡ്രോൺ ദൃശ്യങ്ങൾ കേന്ദ്രസംഘം പരിശോധിച്ചു. വയനാട് ജില്ലയിലെ മുണ്ടക്കൈ, ചൂരൽമല ദുരന്തബാധിത മേഖലയിലുള്ളവർക്ക് മറ്റൊരു വാസസ്ഥലത്തേക്ക് മാറുന്നതിന് സംസ്ഥാന സർക്കാർ അടിയന്തര സഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ക്യാമ്പിൽ കഴിയുന്ന ഓരോ കുടുംബത്തിനും അടിയന്തര ധനസഹായമായി 10,000 രൂപ വീതം അനുവദിക്കും. ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബത്തിലെ പ്രായപൂർത്തിയായ 2 വ്യക്തികൾക്ക് പ്രതിദിനം 300 രൂപ വീതം നൽകും. കിടപ്പ് രോഗികളോ ദീർഘനാളായി ചികിത്സയിൽ കഴിയുന്ന രോഗികളോ ഉള്ള കുടുംബങ്ങളിലെ 3 പേർക്കും ഈ ആനുകൂല്യം നൽകും. 30 ദിവസത്തേക്കാണ് ഈ തുക നൽകുക. വയനാട്ടിൽ ഭൂമികുലുക്കം ഉണ്ടായിട്ടില്ലെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജില്ലാ കളക്ടർ DR മേഘശ്രീ. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനത്തിന്റെ ശബ്ദം കേട്ടതായുള്ള റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് വിശദീകരണം. ഭൂചലന മാപ്പിനികളിലൊന്നും ഇത് രേഖപ്പെടുത്തിയിട്ടില്ലെന്നും കളക്ടർ വ്യക്തമാക്കി. വയനാട്ടിൽ നിലവിൽ ഭൂമികുലുക്കത്തിന്റെ സൂചനയില്ലെന്നും വിശദമായി പരിശോധിച്ചു വരികയാണെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കോഴിക്കോട് കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിൽ നിന്നും അസാധാരണ ശബ്ദം കേട്ടുവെന്നും വീടിന്റെ ജനൽ ചില്ലുകൾ ഇളകിയതായും നാട്ടുകാർ അറിയിച്ച സ്ഥലങ്ങൾ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. കണ്ണൂർ ചെറുവാഞ്ചേരി വില്ലേജിലും നവോദയ കുന്നിലും ഖനനം നിരോധിച്ചുകൊണ്ട് തലശ്ശേരി സബ് കളക്ടർ ഉത്തരവിട്ടു. അനധികൃത ഖനനം വലിയ ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് നിരോധനം. ബജറ്റ് സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. കഴിഞ്ഞ മാസം 22-ന് ആരംഭിച്ച സമ്മേളനത്തിൽ 15 ദിവസമാണ് സഭ ചേർന്നത്. ജൂലൈ 23-ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിന്മേൽ ഇരുസഭകളിലുമായി 50 മണിക്കൂറോളം ചർച്ചകൾ നടന്നു. വഖഫ് ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിനായി 21 അംഗ സംയുക്ത പാർലമെന്ററി സമിതിയെ ചുമതലപ്പെടുത്തുന്ന പ്രമേയം ലോക്സഭ പാസാക്കി. തേജസ്വി സൂര്യ, ദിലീപ് സൈക്കിയ, അസദുദ്ദീൻ ഒവൈസി, മുഹമ്മദ് ജാവേദ് തുടങ്ങി 21 MPമാർക്ക് പുറമെ 10 രാജ്യസഭാംഗങ്ങളെയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാർലമെന്റിന്റെ അടുത്ത സമ്മേളനത്തിൽ സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന പരിപാടികളിൽ കായിക താരങ്ങളായ PR ശ്രീജേഷും മനു ഭാക്കറും ഇന്ത്യൻ പതാകയേന്തും. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനാണ് ഇക്കാര്യം അറിയിച്ചത്. എന്നാൽ ഒളിമ്പിക്സ് 4x400 റിലേയിൽ ഇന്ത്യൻ പുരുഷ ടീം മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും 4ാം സ്ഥാനത്തെ എത്താനായുള്ളൂ. 4x400 വനിതാ റിലേയിൽ ഇന്ത്യൻ ടീമിന് 8ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്യാനായത്. പുരുഷന്മാരുടെ 57 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ വെങ്കല മെഡലിനായി അമൻ സെഹ്റാവത്ത് ഇന്ന് രാത്രി മത്സരിക്കും. അതേസമയം 50 കിലോഗ്രാം ഗുസ്തിയിൽ വെള്ളി മെഡൽ നൽകണമെന്നാവശ്യപ്പെട്ട് വിനീഷ് ഫോഗട്ട് നൽകിയ ഹർജിയിൽ ഒളിമ്പിക്സ് പൂർത്തിയാകും മുൻപ് വിധി പറയുമെന്ന് കായിക പരാതികൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.